Water treatment process. Okay, so first module നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയിരുന്നത്? Sources of water എന്താണ്? Then physical and chemical characteristics of water. പിന്നീട് എന്താ നോക്കിയത്? വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യണം. സോ അതിനുള്ള പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ന്യൂമറിക്കൽസ് നോക്കി അല്ലേ. സോ നെക്സ്റ്റ് മോഡ്യൂൾ, ഈ മോഡ്യൂളിൽ മെയിൻലി നോക്കുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും പിന്നീട് ഈ ട്രീറ്റ് ചെയ്ത വാട്ടർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. റിക്വയർമെൻറ്റ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. Drinking water, it should be free from odor, color and taste. It should be free from dissolved gases, and pH value should be between 6.5 and 8. Then total dissolved solid should be less than 500 parts per million. Then this drinking water should be free from pathogens like bacteria, virus and protozoa. Then it should be free from toxic impurities and it should not be turbid. പക്ഷേ റിയൽ കേസിൽ സർഫസ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നത്, ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് കണ്ടാമിനൻസ് അല്ലേ, ലൈക്ക് ഫ്ലോട്ടിംഗ് മാറ്റർ, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. ഫ്ലോട്ടിംഗ് മാറ്റർ എന്ന് പറഞ്ഞാൽ പേപ്പർ, ക്ലോത്ത്, ലീവ്സ്, ഫിഷസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതൊക്കെ ഉണ്ടാവും റിസർവോയറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന വെള്ളത്തിൽ. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻക്ലൂഡ് സാൻഡ്, സിൽറ്റ് എക്സെട്ര. ആൻഡ് ദെൻ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ വെരി ഫൈൻ പാർട്ടിക്കിൾസ് ലൈക്ക് ക്ലേ ആൻഡ് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോ. അപ്പോൾ കണ്ടാമിനൻസ് ഒരുപാട് ഉണ്ടാവും സർഫസ് വാട്ടറിൽ. സോ ബിഫോർ സപ്ലൈയിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ കണ്ടാമിനൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സ് എന്താണെന്നുള്ളതൊരു ക്ലിയർ ആയിട്ടുള്ള തന്നെ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം നമുക്ക്. എന്താണ് റോ വാട്ടർ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് ഇവിടെ ഇതിന് മുന്നേ 2 പ്രോസസ്സ് കൂടിയുണ്ട്. അതായത് സ്ക്രീനിങ് എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് എയറേഷൻ. അപ്പോൾ സ്ക്രീനിങ്ങും എയറേഷനും കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്യുക, കൊയാഗുലൻസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ കൊയാഗുലേഷൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് മാത്രമായിട്ടും ചെയ്യാം. അത് ഡിപ്പെൻസ്. ഓക്കെ, പിന്നെ എന്താ ചെയ്യുക, സെഡിമെൻറ്റ് ചെയ്ത വെള്ളത്തിൽ നിന്ന്, അതായത് ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന എഫ്ലുവൻറ്റ്, അതായത് കമ്പാരിറ്റീവ്ലി ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കംസ് ഔട്ട് ത്രൂ ദി ഔട്ട്ലെറ്റ് ആൻഡ് ദാറ്റ് ഇസ് നോൺ എസ് എഫ്ലുവൻറ്റ്. ആ എഫ്ലുവൻറ്റിനെ പിന്നീട് നമ്മൾ ഫിൽട്രേഷൻ എന്നൊരു പ്രോസസ്സ് ചെയ്യുകയാണ്. അതായത് സാൻഡും ഗ്രാവലും ഒക്കെ ഇതുപോലെ ലെയേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഇൻലെറ്റിലൂടെ വെള്ളം വന്ന് താഴേക്ക് ഫിൽറ്റർ ചെയ്ത് വരുവാണ്, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് മോർ ക്ലിയർ. ഓക്കെ, ദെൻ ഈ ഫിൽറ്റേർഡ് വാട്ടറിൽ ക്ലോറിൻ ആഡ് ചെയ്യും. അതാണ് ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്സ്. ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത വെള്ളമാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രോസസ്സും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ സ്ക്രീനിങ്. അപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, ദാറ്റ് റിമൂവ്സ് ഓബ്ജക്ട്സ് ലൈക്ക് റാക്സ്, പ്ലാസ്റ്റിക്സ്, പേപ്പേഴ്സ്, മെറ്റൽസ്, ഇതൊക്കെ റിമൂവ് ചെയ്യും. സച്ച് ദാറ്റ് ഇതൊക്കെ താഴേക്ക് പോവുകയാണെങ്കിൽ എന്നാ പറ്റുന്നത്, താഴത്തെ ആ ഒരു അവിടുത്തെ എക്യുപ്മെൻസും പൈപ്പിങ്ങും ഒക്കെ ഇല്ലേ, അവിടെ ക്ലോഗ് ചെയ്തിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം തന്നെ ആദ്യമേ റിമൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സ്ക്രീനിങ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ സ്ക്രീനിങ് മോഡേൺ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലാണെങ്കിൽ കോഴ്സ് സ്ക്രീനും ഫൈൻ സ്ക്രീനും രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന അതിൻ്റെ സൈസ് വെച്ചിട്ടാണ്. അതായത് ഈ അയൺ റോഡ്സ്, ഓരോ അയൺ റോഡ്സും പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ അയൺ റോഡ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ് വെച്ചിട്ട്, സ്പേസിങ് ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 2 to 10 സെൻറ്റിമീറ്റർ, അതിന് കോഴ്സ് സ്ക്രീൻ എന്ന് വിളിക്കാം. ആൻഡ് 1 സെൻറ്റിമീറ്ററേ ഉള്ളൂ സ്പേസിങ് എങ്കിൽ വളരെ ചെറുതാണ്, അപ്പോൾ അത് ഫൈൻ സ്ക്രീൻസ് ആണ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് പ്രോസസ്സ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കുക, വേർട്ടിക്കലി അല്ല, അത് കുറച്ച് ചരിച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഹൊറിസോണ്ടലുമായിട്ട് ഒരു 45 to 60 ഡിഗ്രി ഉണ്ടാവുന്ന വിധമാണ് സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആംഗിളുമായിട്ട് ഇത്രയും ചരിച്ചാണ് വെക്കുന്നത്. ഈ ഒരു ആംഗിൾ 45 to 60 ഉണ്ടാവുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിയോ, സോ ദാറ്റ് ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ എന്നാ പറ്റുന്നത്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി അവിടെ കുറയും. സോ വെലോസിറ്റി ഓഫ് ഫ്ലോ അവിടെ കുറയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻസിനെ നമ്മൾ ചരിച്ചു വയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് സ്ക്രീനിങ് പ്രോസസ്സ്. പിന്നെ വരുന്നത് സെഡിമെൻറ്റേഷൻ ആണ്. ഓക്കെ, സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ വാട്ടറിലുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ, സസ്പെൻഡഡ് സോളിഡ് പാർട്ടിക്കിൾസിനെ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ സ്ക്രീനിങ്ങും എയറേഷനും ഒക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളം ഈ ഒരു ഇൻലെറ്റിലൂടെ പാസ് ചെയ്യിക്കും. ഇൻലെറ്റിലൂടെ വരുന്ന വെള്ളം ഇവിടെ ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. ഒന്നുകിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് ബ്രോട്ട് ടു റെസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കുറച്ചിട്ട് ചെറിയ വെലോസിറ്റിയിൽ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കും. ഓക്കെ, ഒന്നുകിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബ്രോട്ട് ടു റെസ്റ്റ്, അല്ലെങ്കിൽ സ്മോൾ വെലോസിറ്റിയിൽ അത് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ രണ്ട് കേസിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പാർട്ടിക്കിൾസ്, ഹയർ സൈസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് സെറ്റിൽ ചെയ്യും താഴേക്ക്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്ന സ്ലഡ്ജസ് എന്ന് പറയും. ഈ സെറ്റിൽ ചെയ്ത പാർട്ടിക്കിൾസിനെ പിന്നീട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സ്ലഡ്ജസ് അവിടെ നിന്ന് എടുത്ത് അതിനെ ഡ്രൈ ചെയ്യിച്ചിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് സ്ലഡ്ജസ്. അപ്പോൾ മെയിനായിട്ട് നടക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സസ്പെൻഡഡ് സോളിഡ്സ് present in water which is having specific gravity greater than 1, അതായത് heavier particles than water, they will settle down by gravity. അതാണ് ഇവിടുത്തെ മെയിൻ പ്രിൻസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് പ്ലെയിൻ സെഡിമെൻറ്റേഷനും സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ, അതായത് കുറച്ച് കെമിക്കൽസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസിനെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യിക്കാൻ നോക്കുന്ന ഒരു ശ്രമമാണ് കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ടുള്ള സെഡിമെൻറ്റേഷൻ. അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് നമുക്ക് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ മാത്രം നോക്കാം. ഓക്കെ, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത് സെഡിമെൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എന്താണ്? പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ വാട്ടർ. ഇതിനകത്തൊക്കെ സ്മോൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ബോട്ടത്തിൽ സെറ്റിൽ ആവുന്നു വിത്ത് ടൈം. ഓക്കെ, ആൻഡ് ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ഇൻലെറ്റിലൂടെ വെള്ളം കടന്നിട്ട് ഔട്ട്ലെറ്റിലൂടെ പുറത്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ടൈം, എത്ര നേരം വെള്ളം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെയാണ് ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, the theoretical average time for which water is detained in the settling tank, അതാണ് ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറയാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്. അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അഥവാ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് അഥവാ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ ടൈപ്പ് എന്ന് പറയും. രണ്ടാമത്തത് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക്. ഓക്കെ, കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് ടാങ്ക്. കണ്ടിന്യൂസ് ഫ്ലോ റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ എന്തായിരിക്കും ചെയ്യുക? പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുകയാണ്. ടാങ്ക് ഇസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് അല്ലേ? അവിടെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നില്ല. അതിന് പകരം നമ്മൾ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. വാട്ടർ ഇസ് നോട്ട് ബ്രോട്ട് ടു റെസ്റ്റ്. വെലോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബാഫിൾ വാൾസിനെ പ്ലേസ് ചെയ്യും. ഓക്കെ, ബാഫിൾ വാൾസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻലെറ്റിലൂടെ കടന്നു വരുന്ന വെള്ളം ഇറ്റ് ഫ്ലോസ് ലൈക്ക് ദിസ്, എന്നിട്ട് ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ഇത് കാണിച്ചിരിക്കുന്നത് ഒരു പ്ലാൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് ടോപ്പ് വ്യൂ ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ കൊടുത്തിരിക്കുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ താഴെ എന്താ പറ്റുന്നത്? ഇൻലെറ്റിലൂടെ വരുന്ന വെള്ളം, അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള വെള്ളം പിന്നീട് ഡിറ്റൻഷൻ ടൈം കഴിയുമ്പോൾ പുറത്തേക്ക് പോവാണ് ത്രൂ ദിസ് ഔട്ട്ലെറ്റ് വാൽവ്. ആൻഡ് ഇവിടുത്തെ സ്ലഡ്ജ് അഥവാ ആ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ താഴെ സെറ്റിൽ ആവുന്നുണ്ട്. എന്നിട്ട് ആ സ്ലഡ്ജിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ സ്ലഡ്ജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്ലഡ്ജസിനെ പിന്നീട് റിമൂവ് ചെയ്യും. ഇതാണ് കണ്ടിന്യൂസ് ഫ്ലോ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. പിന്നെന്താ ഉള്ളത്? ഇന്റർമിറ്റൻറ്റ് ഫ്ലോ ടൈപ്പ് അഥവാ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വെള്ളം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുകയാണ്. പക്ഷേ ഈ ഇന്റർമിറ്റൻറ്റ് ടൈപ്പ് അഥവാ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻലെറ്റിലൂടെ വെള്ളം കടത്തി വിട്ടിട്ട് നമ്മളിവിടെ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബ്രോട്ട് ടു റെസ്റ്റ്. എന്നിട്ട് ആ ഒരു ഡിറ്റൻഷൻ ടൈം എത്ര മണിക്കൂറാണോ, നോർമലി 4 to 8 hours ആണ്, അത്രയും hours അതിനെ കീപ്പ് ചെയ്യും. അപ്പോൾ സ്ലഡ്ജസ് ഡെപ്പോസിറ്റ് ആവുന്നു. കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ആയതിനു ശേഷം ഔട്ട്ലെറ്റിലൂടെ വെള്ളം പുറത്തേക്ക് പോവുകയാണ് അടുത്ത പ്രോസസ്സിലേക്ക്. ഓക്കെ, എന്നിട്ട് ഈ സ്ലഡ്ജസിനെ എല്ലാം തന്നെ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സെറ്റ് വെള്ളം ഇതിലേക്ക് കടത്തിവിടുകയാണ്. ഓക്കെ, അത്രയും ഡിറ്റൻഷൻ ടൈമിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം 2 ടാങ്ക് എങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇഫക്റ്റീവായിട്ട് വർക്കിംഗ് നടക്കാൻ. അതായത് ഒരെണ്ണം ഡ്രെയിൻ ചെയ്യുവാണെങ്കിലും മറ്റേതിൻ്റെ വർക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് 2 സെഡിമെൻറ്റേഷൻ ടാങ്ക് എങ്കിലും ഈ കേസിൽ കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ് പറഞ്ഞത്. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്കിതിനെ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് അഥവാ ഇന്റർമിറ്റൻറ്റ് ടൈപ്പ് എന്നും കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് എന്നും പറയാം. പിന്നീട് ആ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റെക്ടാങ്കുലർ ടാങ്ക് വിത്ത് ഹൊറിസോണ്ടൽ ഫ്ലോ, സർക്കുലർ ടാങ്ക് വിത്ത് റേഡിയൽ ഓർ സ്പൈറൽ ഫ്ലോ, ആൻഡ് ഹോപ്പർ ബോട്ടം ടാങ്ക് വിത്ത് വെർട്ടിക്കൽ ഫ്ലോ.
അപ്പോൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തത് റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്. മോസ്റ്റ്ലി പ്രിഫേർഡ് സെഡിമെൻറ്റേഷൻ ടാങ്ക് റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും ഫ്ലോ നടക്കുക? ദ ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അതായത് അതിൻ്റെ ലെങ്ത് വൈസ് ഡയറക്ഷനിലായിരിക്കും. ലെങ്ത് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുക. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ലെങ്ത് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുക. എന്നിട്ട് സംടൈംസ് ഇവിടെ ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ്, വാട്ടർ ഇസ് അലൗഡ് ടു എൻറ്റർ ത്രൂ ദിസ് ഇൻലെറ്റ് സോൺ. എന്നിട്ട് വെള്ളം ഫ്ലോ ചെയ്യാണ് വിത്ത് വെരി ലോ വെലോസിറ്റി ആൻഡ് ക്ലിയർ വാട്ടർ ഓർ ദ എഫ്ലുവൻറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദിസ് ഔട്ട്ലെറ്റ്. സ്ലഡ്ജസ് താഴെ ഡെപ്പോസിറ്റ് ആവുന്നു, ദാറ്റ് വിൽ ബി കളക്റ്റഡ് ലേറ്റർ. ഓക്കെ, ഇതാണ് റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്. പിന്നെ വരുന്നതാണ് സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്. അപ്പോൾ സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ എന്താ സംഭവിക്കുക? ഇൻലെറ്റ്, ഇതാണ് വാട്ടറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. സോ വാട്ടർ എൻറ്റേഴ്സ് അറ്റ് ദ സെൻറ്റർ. എന്നിട്ട് ഇത് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഫ്ലോസ് റേഡിയലി ഔട്ട്വേർഡ്. ഈ സെൻറ്ററിലൂടെ വെള്ളം കടത്തി വിടുകയാണ്. ആൻഡ് ഇത് ഇങ്ങോട്ടേക്കും ഈ സൈഡിലേക്കും റേഡിയലി പുറത്തേക്ക് പോവാണ്. ഓക്കെ, അതായത് ഈ കൊടുത്തിരിക്കുന്നതാണ് ഇൻലെറ്റ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ താഴേക്കൊരു പൈപ്പ് ഉണ്ടാവും, അതിലൂടെ വെള്ളം കടന്നു വന്നിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും വെള്ളം ഫ്ലോ ചെയ്യാണ്. റേഡിയലി ഇറ്റ് ഫ്ലോസ് ഔട്ട്വേർഡ്സ്. ഓക്കെ, പിന്നെ ഇവിടെയും വാട്ടറിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തിട്ടാണ് വിടുക. അപ്പോൾ എന്നാ പറ്റുക? പാർട്ടിക്കിൾസ് എല്ലാം തന്നെ താഴെ സെറ്റിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു സോണാണ് കാണിച്ചിരിക്കുന്നത്. താഴെ പാർട്ടിക്കിൾ സെറ്റിലായിട്ടുള്ളതാണ് ഈ ആഷ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് സ്ലഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലഡ്ജസിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രേപ്പർ ഉണ്ട്. ഈ കൊടുത്തിരിക്കുന്നതാണ്, ഒരു മെക്കാനിക്കൽ സ്ക്രേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാര്യം സ്ലഡ്ജസ് കുറച്ചിങ്ങനെ ഉറച്ച് സെറ്റിലാവുമല്ലോ അവിടെ. അപ്പോൾ അതിനെ സ്ക്രേപ്പ് ചെയ്തതിന് ശേഷം എന്താ ഈ ഒരു സ്ലാന്റിങ് കൊടുത്തിരിക്കുന്നുണ്ടോ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം കൂടി ആ സ്ലഡ്ജസ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഈ കൊടുത്തിരിക്കുന്നതാണ് സ്ലഡ്ജ് ഡിസ്ചാർജ് പിറ്റ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ഹോള് കാണാം. ഈ സ്ലഡ്ജ് ഡിസ്ചാർജ് പിറ്റ് വഴി സ്ലഡ്ജസിനെ കളക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഇവിടെ എന്താ ഉള്ള? ഈ എഫ്ലുവൻ്റ് ആണ് അല്ലേ, ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. ആ എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് ഈ ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് പോകും. ഇവിടെ ആണെങ്കിൽ ഔട്ട്ലെറ്റ് ടാങ്ക് കാണിച്ചിട്ടുണ്ട്. ഇത് ഔട്ട്ലെറ്റ് ടാങ്ക് അല്ല, ഔട്ട്ലെറ്റ് പാത്ത്, വെള്ളം പുറത്തേക്ക് പോവാണ് ത്രൂ ദിസ് ഔട്ട്ലെറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്. പിന്നെ വരുന്ന ഒരെണ്ണം കൂടിയേ ഉള്ളൂ, ഹോപ്പർ ബോട്ടം ടാങ്ക് എന്ന് പറയും, അഥവാ വെർട്ടിക്കൽ ഓർ അപ്പ് ഫ്ലോ ടാങ്ക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു ഡിഫ്ലക്റ്റർ ബോക്സ് നമ്മൾ കീപ്പ് ചെയ്യും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡിഫ്ലക്റ്റർ ബോക്സ്. ഈ ഡിഫ്ലക്റ്റർ ബോക്സിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചേ, ഇങ്ങനെ തിന്നായിട്ട് വന്നതിന് ശേഷം ഇവിടെ വൈഡ് ആവുകയാണ്. അതായത് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇൻലെറ്റിലൂടെ വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ഇത് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനേക്കാളും ക്രോസ് സെക്ഷൻ ഇവിടെ കൂടി. ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ എന്താണ്? വെലോസിറ്റി അവിടെ കുറയാണ്. അപ്പോൾ ഈ താഴേക്ക് വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ആവും അല്ലേ. അപ്പോൾ ആ റെഡ്യൂസ്ഡ് വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെ നമ്മളിവിടെ ഡീറ്റെയിൻ ചെയ്യിക്കും ഫോർ സം ടൈം. അപ്പോൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ താഴെ സെറ്റിൽ ചെയ്യും. ആ സെറ്റിൽ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് സ്ലഡ്ജസ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്ലഡ്ജസിനെ പിന്നെ ഈ ഒരു സ്ലഡ്ജ് ഔട്ട്ലെറ്റ് പൈപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ ക്ലിയർ ആയിട്ടുള്ള എഫ്ലുവൻറ്റിനെ എന്ത് ചെയ്യും? ഈ ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് എടുക്കും ഫോർ നെക്സ്റ്റ് പ്രോസസ്. ഓക്കെ, സെഡിമെൻറ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താണ്? ഫിൽട്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് അതിന്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞു നമ്മൾ അല്ലേ, സെഡിമെൻറ്റേഷൻ ഒന്നുകിൽ നമ്മൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ചെയ്താൽ മതി, മോസ്റ്റ് ഓഫ് ദ കേസസ് അത് മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ചെയ്യാം. എപ്പോഴാണ് ഈ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ചെയ്യുന്നത്? ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസും കൊളോയിഡൽ പാർട്ടിക്കിൾസും ദേ ഡു നോട്ട് സെറ്റിൽ അണ്ടർ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. സോ ടു മേക്ക് ദം സെറ്റിൽ നമ്മൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ബൈ ആഡിങ് സം കെമിക്കൽസ്. അപ്പോൾ ഈ കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നത്? ഈ കെമിക്കൽസിന് പറയുന്ന പേരാണ് കൊയാഗുലൻസ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ആഡ് ചെയ്യുന്ന കൊയാഗുലൻറ്റ് ആലമാണ്. ദെൻ ചില അയൺ സോൾട്ടുകളും ആഡ് ചെയ്യാറുണ്ട്, ലൈക്ക് ഫെറസ് സൾഫേറ്റ്, ഫെറിക് സൾഫേറ്റ് ആൻഡ് ഫെറിക് ക്ലോറൈഡ്. അപ്പോൾ ഈ കൊയാഗുലൻസ് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇറ്റ് ഫോംസ് എ ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആഫ്റ്റർ റിയാക്ടിങ് വിത്ത് വാട്ടർ. ആ ഒരു ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിനെ നമ്മൾ ഫ്ലോക്സ് എന്ന് വിളിക്കുന്നു. ഈ ഫ്ലോക്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് അട്രാക്ട് ഓൾ ദ ഫൈൻ പാർട്ടിക്കിൾസ്, ഇതിനകത്തുള്ള ഇംപ്യൂരിറ്റീസിനെ എല്ലാം തന്നെ അട്രാക്ട് ചെയ്യിക്കും.
ഓക്കെ, ഈ ഫ്ലോക്സ് ആൻഡ് ദേ ഗ്രോ ഇൻ സൈസ്. അപ്പോൾ അതിൻ്റെ സൈസ് കൂടി അല്ലേ, അപ്പോൾ അത് ബിഗർ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആയി. സോ ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ അതിന് സെറ്റിൽ ചെയ്യാൻ ഈസിയറായി മാറി. അങ്ങനെ താഴെ അത് സെറ്റിൽ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ അതിനെ റിമൂവ് ചെയ്താൽ മതി. ഇതാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ. പിന്നെ നിങ്ങൾ മറ്റൊരു ടേം കൂടി കേൾക്കും, ഫ്ലോക്കുലേഷൻ. ഫ്ലോക്കുലേഷൻ എന്ന് പറയുമ്പോഴും ഈ കോയാഗുലേഷൻ പോലെ തന്നെ സിമിലർ ആണ്. കോയാഗുലേഷനിൽ നമ്മളിവിടെ കോയാഗുലൻ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ മിക്സ് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും. അതേസമയം ഫ്ലോക്കുലേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്ലോ മിക്സിംഗ് ആണ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ സ്ക്രീനിങ് കഴിഞ്ഞു, എയറേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വരുന്ന വാട്ടർ എന്താ ചെയ്യുന്നത്, നമ്മൾ സെഡിമെൻറ്റേഷൻ പ്രോസസ്സും കഴിഞ്ഞു. അതിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റിനെ ഇനി ഫിൽട്രേഷൻ എന്ന് പറയും. അതായത് ഇതുപോലെ സാൻഡും ഗ്രാവലും കീപ്പ് ചെയ്തിട്ട് അതിലൂടെ ഈ ഇൻലെറ്റിലൂടെ എഫ്ലുവൻറ്റ് ഫ്രം സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വരും ആൻഡ് ദാറ്റ് വാട്ടർ വിൽ ബി പാസ് ത്രൂ ദിസ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് സാൻഡ് ഗ്രാവൽ അതിൻ്റെ ലെയർ കീപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലൂടെ ഈ വെള്ളം കടന്നു പോകുമ്പോൾ ദാറ്റ് ബിക്കംസ് മോർ ക്ലിയർ അല്ലേ. അപ്പോൾ ആ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിലൂടെ വെള്ളം പാസ് ചെയ്ത് പോകുമ്പം അത് ക്ലിയർ ആയി വരുന്നു. ആ ഒരു പ്രോസസ് ഓഫ് പാസിങ് എന്താണ്, ദിസ് വാട്ടർ ത്രൂ ദ ബെഡ്സ് ഓഫ് ഗ്രാനുലർ മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുക. ഈ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് സ്ലോ സാൻഡ് ഗ്രാവിറ്റി ഫിൽറ്ററും ഉണ്ട്, റാപ്പിഡ് സാൻഡ് ഗ്രാവിറ്റി ഫിൽറ്ററും ഉണ്ട്. അത് നെക്സ്റ്റ് ലെക്ചറിൽ മിസ് അതിൻ്റെ രണ്ടിൻ്റെ കൂടി കമ്പാരിസൺ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. പിന്നെ മറ്റൊരു ഫിൽറ്റർ എന്ന് പറയുന്നത് പ്രഷർ ഫിൽറ്ററാണ്. ഓക്കെ, അപ്പം മെയിൻലി ഇത് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാക്ടീരിയൽ കണ്ടന്റിനെയും ഒരു പരിധി വരെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ. പിന്നെ വരുന്ന എന്താണ്, ഈ ഇതിലൂടെ വരുന്ന ഫിൽട്രേഷനിൽ നിന്ന് പുറത്ത് വരുന്ന വാട്ടർ, അപ്പോൾ അത് കുറേ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ ഇതിൽ ഇനിയുള്ള ഇതെന്ന് പറയുന്നത് എന്താണ്, ബാക്ടീരിയാസ് ആയിരിക്കും. ഹാംഫുൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബാക്ടീരിയാസ് ആയിരിക്കും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എന്നൊരു പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ഡിസ്ഇൻഫെക്ഷൻ അഥവാ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും, പ്രോസസ് ഓഫ് കില്ലിംഗ് ബാക്ടീരിയ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്ന ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഓക്കെ, അപ്പോൾ അതിലും കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് ഡിസ്ഇൻഫെക്ഷനിൽ. അതും പിന്നെ ഫിൽട്രേഷൻ പ്രോസസ്സിൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, ഗ്രാവിറ്റി സാൻഡ് ഫിൽറ്റർ വരുന്നുണ്ടല്ലോ, റാപ്പിഡും സ്ലോയും. ഇത് രണ്ടും കൂടി, ഈ പോർഷൻ രണ്ടും കൂടി കവർ ചെയ്യുന്ന ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ.